അത് സാധനം സൂപ്പർ കേട്ടോ, നല്ല ഇഷ്ടമായി. ഇപ്പോൾ അരക്കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കലക്കി വെക്കുക. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പൈനാപ്പിളിന്റെ ആ ഒരു ജ്യൂസ് ആ ഒരു പാനിലേക്ക് ഒഴിക്കുക കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു കോൺഫ്ലവറിന്റെ ആ ഒരു മിക്സും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ അങ്ങോട്ട് ഇളക്കുക. ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. കൈവിടാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി കുറുക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കുറച്ച് ഏലക്കായന്റെ പൊടി ഇങ്ങനെ അങ്ങോട്ട് വിതറി കൊടുക്കുക കേട്ടോ. അപ്പം അതും കൂടി അങ്ങോട്ട് ആവുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പം നെയ്യും കൂടി ഒഴിച്ചു വീണ്ടും ഇതാ ഇളക്കുക. അടിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേണ്ടേ. ഇതാ ഞാൻ ഇട്ട് കൊടുക്കണു അണ്ടിപ്പരിപ്പ് ഇളക്കാട്ടോ. നല്ല വെളുത്ത എള്ളാണ് കേട്ടോ. അപ്പം അതും കൂടി ഇങ്ങനെ ഇട്ടു. ചട്ടീന്ന് ഇതാ വിട്ട് വരുന്ന ഒരു പാകമായിട്ടോ. ഇനി നമുക്ക് ഗ്യാസൊക്കെ ഓഫാക്കി ഇതിനെ നമുക്ക് ഒരു ട്രേയിലേക്ക് അങ്ങോട്ട് മാറ്റണം. ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പുറത്ത് വെച്ചിട്ട് ഒരു വിധം ചൂടാറിയിട്ട് ഫ്രിഡ്ജ് കൊണ്ടുവച്ചിട്ട് നമുക്ക് വേഗം എടുത്തുണ്ടോന്ന് മുറിക്കാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ വേഗം തണുപ്പിച്ച്. അങ്ങനെ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടേ. വായിലിട്ടാൽ അലഞ്ഞു, വായിലിട്ടാൽ അലിഞ്ഞു പോണ ഹൽവ. അണ്ടിപ്പരിപ്പ് കടിക്കാൻ നല്ല രസമുണ്ട്.